ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ക്രഷ്ഡ് ചിക്കൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം, പ്രത്യേകിച്ച് ഒരു പേരൊന്നും ഇതിനില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു കുക്കറിലേക്ക്, ഇതിപ്പോൾ ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ ചിക്കൻ ഫുള്ളായിട്ട് അതിലേക്ക് ഇടാം. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. ഉപ്പ് കുറവാണെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇടാം. പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിതിന് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒറ്റ വിസിലിൻ്റെ ആവശ്യമുള്ളൂ, അധികം വിസിലടിച്ചാൽ വെന്ത് പോകും. അപ്പോൾ ഒരു വിസിലടിച്ചപ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത്. അപ്പോൾ നമുക്ക് ചിക്കൻ വിസിലടിക്കാൻ വെച്ച സമയം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ശരിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വിസിലേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു വിസിലിൽ തന്നെ നമുക്ക് വേണ്ടുന്ന രീതിക്ക് ഇത് വെന്തിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് തണിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് തണിഞ്ഞിട്ട് കിട്ടും. ഇത് തണിഞ്ഞിട്ട് കിട്ടിയിട്ട് നമുക്കിതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് പറിച്ചിടാനുള്ളതാണ്. എന്നിട്ട് നമുക്ക് ആ ചിക്കനെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഉതിർത്തിടാം. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉതിർത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. പിന്നെ കുറച്ചുകൂടെ മുളക് പൊടി, നമ്മൾ ഓൾറെഡി വേവിക്കുമ്പോൾ മുളക് പൊടി ഇട്ടതാണ്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതിയാവും. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വായിൽ വെച്ച് നോക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കുക. അപ്പോൾ ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ വേവിക്കുന്ന സമയത്ത് ഓൾറെഡി ഉപ്പിട്ടത് കൊണ്ട് ഉപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അഥവാ ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെളിച്ചെണ്ണ കുറവാണ്, അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 സ്പൂണ് സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.